സ്വാഗതം. പ്രധാന വാർത്തകൾ. പഴഞ്ഞി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനോടുള്ള അവഗണന തുടരുന്നു. മഴക്കാല രോഗങ്ങളിൽ ജനം വലയുമ്പോഴും ചികിത്സയ്ക്ക് 2 ഡോക്ടർമാർ മാത്രം. ചൊവ്വന്നൂർ NSS കരയോഗ വാർഷികവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. പഴഞ്ഞി നായനാർ റോഡിൽ വഴിമുടക്കി കിടന്നിരുന്ന സ്ലാബുകൾ യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു. വെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പഴയപള്ളിയിലെ ആത്മീയ സംഘടനകളുടെ സംയുക്ത വാർഷികാഘോഷം വിപുലമായി നടത്തപ്പെട്ടു. പാതയോരങ്ങളിലും സമീപത്തുമുള്ള അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അനാസ്ഥ കാണിക്കുന്നതായി കൌൺസിൽ യോഗത്തിൽ വിമർശനം. വാർത്തകൾ വിശദമായി. പഴഞ്ഞി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനോടുള്ള അവഗണന തുടരുന്നു. മഴക്കാല രോഗങ്ങളിൽ ജനം വലയുമ്പോഴും ചികിത്സയ്ക്ക് 2 ഡോക്ടർമാർ മാത്രം. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ മഴക്കാല രോഗങ്ങൾ ബാധിച്ചെത്തുന്നവരുടെ എണ്ണം കൂടുമ്പോഴും പരിശോധിക്കാൻ ഡോക്ടർമാരില്ല. 5 ഡോക്ടർമാരുള്ള ആശുപത്രിയിൽ നിലവിൽ 2 പേരുടെ സേവനമാണ് രോഗികൾക്ക് ലഭിക്കുന്നത്. വൈറൽ പനിയും കഫക്കെട്ടും കൊതുകുജന്യ രോഗങ്ങളും പിടിപെട്ടെത്തുന്നവരുടെ നീണ്ട നിരയാണ് ആശുപത്രിയിൽ കാണാനാവുക. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുള്ള 700ഓളം രോഗികളാണ് ദിവസം പ്രതി ആശുപത്രിയിൽ എത്തിച്ചേരുന്നത്. 8 പഞ്ചായത്തുകളുടെ അധീനതയിലുള്ള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരെയാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും ഒഴിവുണ്ടെങ്കിൽ പകരം വിടുന്നത്. ഇതുമൂലം പലരുടെയും പൂർണ്ണമായ സേവനം രോഗികൾക്ക് ലഭിക്കാത്തതുകൊണ്ട് സ്വകാര്യ ആശുപത്രികളെ തേടി പോകേണ്ട അവസ്ഥയിലാണ് പലരും. രാത്രികാലത്ത് ഡോക്ടർമാരുടെ സേവനം നിർത്തലാക്കിയതും പ്രശ്നം സങ്കീർണമാക്കുന്നു. ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിനാൽ യുവമോർച്ച കാട്ടാകമ്പൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. ഡോക്ടർമാരുടെ ഹാജർ നിലയിൽ സംശയമുണ്ടെന്ന് കാട്ടി യുവമോർച്ച പ്രവർത്തകർ സമരത്തിനിറങ്ങുമെന്ന് ജില്ലാ സെക്രട്ടറി PJ ജബിൻ അറിയിച്ചു. ചൊവ്വന്നൂർ NSS കരയോഗ വാർഷികവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. നായർ സർവീസ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ച് 100 വർഷം പൂർത്തിയാക്കിയിരിക്കുന്ന ഈ വേളയിൽ 3226 നമ്പർ ചൊവ്വന്നൂർ കരയോഗത്തിന്റെ 6ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബയോഗവും ഇന്ന് 11 മണിക്ക് ചൊവ്വന്നൂർ ശ്രീജ മിനി ഹാളിൽ വെച്ച് നടത്തി. താലൂക്ക് യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ഋഷികേശ് ഉദ്ഘാടനം നിർവഹിച്ചു. കരയോഗം പ്രസിഡന്റ് P ബാലഗോപാൽ സ്വാഗതവും കരയോഗം സെക്രട്ടറി P ശിവശങ്കരൻ നായർ അവതരണവും നടത്തി. പ്രസ്തുത ചടങ്ങിൽ കരയോഗം, വനിതാ സമാജം, വനിതാ സ്വയം സഹായം, ബാലസമാജം അംഗങ്ങളും പങ്കെടുത്തു. നമ്മുടെ സ്ത്രീകൾ പലപ്പോഴും സാമൂഹിക രംഗത്തും അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്തും മുന്നോട്ടിറങ്ങാൻ മടിച്ചു നിൽക്കുന്ന ഒരു പ്രകൃതമാണ് നമ്മുടെ സഹോദരിമാർ. അപ്പൊ അവരെ സമൂഹത്തിലേക്ക് ഇറക്കാനും സാമ്പത്തികമായി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നായർ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനത്തിലൂടെ നായർ സർവീസ് സൊസൈറ്റി ഉദ്ദേശിക്കുന്നത്. പഴഞ്ഞി നായനാർ റോഡിൽ വഴിമുടക്കി കിടന്നിരുന്ന സ്ലാബുകൾ യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു. പഴഞ്ഞി നായനാർ റോഡിൽ നടുറോട്ടിൽ വാർത്തിട്ട സ്ലാബുകൾ കാനിക്ക് മുകളിലിട്ടു. നടുറോട്ടിൽ ഗതാഗതം മുടക്കിയ സ്ലാബുകൾ വാർത്തിട്ടത് നൈസ് TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതോടെയാണ് അധികൃതർ മുൻകൈയെടുത്ത് സ്ലാബ് മാറ്റിയത്. പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് പഞ്ചായത്ത് മുൻകൈയെടുത്ത് കാന നിർമ്മിച്ചത്. എന്നാൽ കരാറെടുത്തവർ കാന നിർമ്മാണത്തിന് ശേഷം മൂടാനുള്ള 3 സ്ലാബുകൾ റോഡിൽ തന്നെ വാർത്തിടുകയായിരുന്നു. ഇതോടെ വഴി അടഞ്ഞു. ഈ വഴിയിലുള്ള വീട്ടുകാർ ബുദ്ധിമുട്ടിലായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്,
ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ്, വൺ വേ ജംഗ്ഷൻ, പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446 145776, 9446 145778. വാർത്തകൾ തുടരുന്നു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പഴയപള്ളിയിലെ ആത്മീയ സംഘടനകളുടെ സംയുക്ത വാർഷികാഘോഷം വിപുലമായി നടത്തപ്പെട്ടു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പഴയപള്ളിയിലെ ആത്മീയ സംഘടനകളുടെ സംയുക്ത വാർഷികാഘോഷം വിപുലമായി നടത്തപ്പെട്ടു. ഇന്ന് 4 മണിക്ക് സൺഡേ സ്കൂൾ ഹാളിൽ ഇടവക സഹവികാരി ഫാദർ KI ഏലിയാസ് അച്ഛന്റെ അധ്യക്ഷതയിൽ പാറയിൽ സെന്റ് ജോർജ് ഇടവക വികാരി റവൻ ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ ഉദ്ഘാടനം നിർവഹിച്ചു. സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ബ്രൈറ്റ് കെ തോലത്ത് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പഴഞ്ഞി ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ പ്രവീൺ ജോബ്, പള്ളി ട്രസ്റ്റി ഗോഡ്സൺ സക്രിയ, ട്രസ്റ്റി റോഷ്സി താവു, യുവജന പ്രസ്ഥാന സെക്രട്ടറി PJ ജിൻസൻ, മർത്തമറിയം സമാജം സെക്രട്ടറി CM ശ്യാമള തുടങ്ങിയവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. സമ്മേളനത്തിൽ ഡോക്ടറേറ്റ് നേടിയ സണ്ണി ചാക്കോ അച്ഛനെ ആദരിക്കുകയും ചെയ്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സമ്മാനദാനവും നടത്തപ്പെട്ടു. ഈ പള്ളിയിൽ മാമോദീസ തൊട്ടിയിലാണ് ഞാൻ മാമോദീസ ഏറ്റത്. ഏതാണ്ട് 50 വർഷം മുൻപ്. പാതയോരങ്ങളിലും സമീപത്തുമുള്ള അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അനാസ്ഥ കാണിക്കുന്നതായി കൌൺസിൽ യോഗത്തിൽ വിമർശനം. പാതയോരങ്ങളിലും സമീപത്തുമുള്ള അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഉദാസീനത കാണിക്കുന്നതായി കൌൺസിൽ യോഗത്തിൽ വിമർശനം. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ ഉത്തരവ് നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. ഇതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് വൈസ് ചെയർമാൻ PM സുരേഷ് ആവശ്യപ്പെട്ടു. മുറിച്ചു മാറ്റേണ്ട മരങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കണമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിച്ചു. ഒരു കൗൺസിലകത്ത് ഒരു ഉദ്യോഗസ്ഥനാണ് ബന്ധപ്പെട്ട സെക്ഷനെ കുറിച്ചിട്ട് പറയുന്നത് പോലും ഒരു നടപടി ആദ്യം സസ്പെൻഡ് ചെയ്യല്ല. ഇങ്ങനെ പറയുന്നത് പോലും നടപടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ കണ്ട മുനിസിപ്പൽ നിയമം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നേരെ നടപടിയില്ല. ഇത് പറയാണ് ഈ കൗൺസിലകത്ത് 37 കൗൺസിലർമാരും 36 കൗൺസിലർമാരും തമ്മിൽ അങ്ങനെ പറഞ്ഞിട്ട് നടക്കുന്നില്ലെങ്കിൽ നടപടി തന്നെ എടുക്കേണ്ടി വരും. അത് തർക്കൂല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴഞ്ഞി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനോടുള്ള അവഗണന തുടരുന്നു. മഴക്കാല രോഗങ്ങളിൽ ജനം വലയുമ്പോഴും ചികിത്സയ്ക്ക് 2 ഡോക്ടർമാർ മാത്രം.
ചൊവ്വന്നൂർ NSS കരയോഗ വാർഷികവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. പഴഞ്ഞി നായനാർ റോഡിൽ വഴിമുടക്കി കിടന്നിരുന്ന സ്ലാബുകൾ യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു. വെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പഴയപള്ളിയിലെ ആത്മീയ സംഘടനകളുടെ സംയുക്ത വാർഷികാഘോഷം വിപുലമായി നടത്തപ്പെട്ടു. പാതയോരങ്ങളിലും സമീപത്തുമുള്ള അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അനാസ്ഥ കാണിക്കുന്നതായി കൗൺസിൽ യോഗത്തിൽ വിമർശനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി.